ഹലോ ബിഗ് ബോസ് പട്ടായ ഗേൾസ് ശരിക്കും അടിച്ച് പിരിഞ്ചാച്ച് ഗൈസ്. ഇപ്പൊ വീണ്ടും ആദില, നോറ, അനുമോള് എല്ലാരും ആയിട്ട് ഒരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. വിഷയം സ്വാഭാവികമായിട്ടും അനുമോള് തന്നെയാണ്. അനുമോളുടെ അടുത്ത് വന്നിട്ട് ബെസല് കഴുകാൻ പറഞ്ഞു. അനുമോൾ എനിക്ക് പറ്റത്തില്ല, ഞാൻ വേണമെങ്കിൽ ബാത്റൂം ടീമിൽ നിൽക്കാൻ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു, ഇനി എനിക്കിത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവിടെ തുടങ്ങിയതാണ് വഴക്ക്. നിനക്ക് ഫൈനൽ 5 കിട്ടിയതിന്റെ അഹങ്കാരമാണ് എന്ന് അനുമോള് നൂറയുടെ അടുത്ത് പറയുന്നു. അതിന്റെ വോയിസ് ഒക്കെ ഞാൻ കേൾപ്പിച്ചുതരാം. ഓക്കെ, കഴുകാനല്ലേ പോണ്? നീ ഫൈനൽ 5 വന്നതിന്റെ അഹങ്കാരം നീ കാണിക്കുന്നത്. ഓ, ഇപ്പൊ അങ്ങനായോ? ക്യാപ്റ്റന് കുറച്ച് വില കാട്ടോ ആദ്യം. ഫൈനൽ 5ലോ? അത് ശരി, അവര് ടാസ്ക് ചെയ്തിട്ട് പോയതാണ്, പി ആറിന്റെ ബലത്തിൽ പോയതല്ല. എനിക്ക് പി ആറിന്റെ ബലം ഉണ്ടെന്ന് കേട്ടല്ലോ. ഫൈനൽ 5 വന്നതിന്റെ അഹങ്കാരം അത് അനുമോള് പറഞ്ഞു. അക്ബർ എടുത്ത് പി ആറിന്റെ കാര്യം എടുത്തിട്ടു. അവള് ടാസ്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലാണ്ട് പി ആറിന്റെ ബലത്തിലല്ല നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അക്ബർ അങ്ങ് തുടങ്ങി. ചോദിച്ചു മേടിച്ചു എന്ന് പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഈ നോമിനേഷൻ ഈ വീക്ക് പി ആറിന്റെ ബലത്തിലാണോ മോൾ ഇത്ര ധൈര്യത്തിലാണ്? പ്രശ്നമുണ്ടോ? ആണോ? അയ്യോ, ഇപ്പൊ ഇവിടുന്ന് കേസ് കൊടുക്കാൻ ഒരു സൗകര്യമില്ല. എന്ത് ചെയ്യും? നീ കേസ് സ്വഭാവം മനസ്സിലായി. നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഇന്ന് തൊട്ട് മനസ്സിലായി. നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് നീ പറഞ്ഞത് ഫൈനൽ അഹങ്കാരം ഒന്നുമില്ലേ? എന്ത് മനസ്സിലായോ എന്തോ. 5 മിനിറ്റ് കഴിയുമ്പോ അവളുമാരുടെ പുറകെ തന്നെ അവള് വീണ്ടും പോകും. എന്നിട്ടാണ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന് അറിയാം എന്ത് തേങ്ങാക്കൊല മനസ്സിലായി എന്നുള്ളത്. കുത്തുന്ന പരിപാടി കേട്ടോ. തന്നെ അതാണ് മോക്ക് എന്നെ ഒരു വിലയില്ലാത്ത. ഞാൻ എന്താണ് അറിയൂടാ, ഹൗസ് ക്യാപ്റ്റൻ ആണ്. എനിക്ക് ഇത്തിരി അല്ലെങ്കിൽ ഒരു വില തരാം. മോക്ക് വേണ്ടപ്പം ഞാൻ ടീം മാറ്റി എല്ലാം ചെയ്ത്, എന്നിട്ട് മോള് പണി ചെയ്യുന്നില്ല. വെസല് വേണമെന്നാ പറഞ്ഞത്. അപ്പൊ മോക്ക് അത് ചെയ്യാൻ സൗകര്യമില്ല. മനസ്സിലായി. മൂന്നിന് മുന്നേ രണ്ടിന്റെ സ്വഭാവം നിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായി. ദൈവം തന്നെ കാണിച്ചു തന്നത് മനസ്സിലായോ? കിച്ചണിലിട്ട് നന്നായി ഞാൻ വിചാരിക്കുള്ളൂ. സ്വഭാവം തനിക്കോളം മനസ്സിലായി. തനിക്കോളം മനസ്സിലായി. ഫൈനൽ 5 അഹങ്കാരം. അനുമോൾ എപ്പോഴും ആ ഫുഡ് ഉണ്ടാക്കിയ ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതിന്റെ അകത്തൊക്കെ വലിച്ച് ഇതിന്റെ അകത്തോട്ട് ഇടുന്നത്. അവിടെ അനുമോളുടെ ഭാഗത്തും ശരിയുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുടെ ഭാഗത്തും ശരിയുണ്ട്. പക്ഷെ അവിടെ അനുമോള് ചെയ്ത മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്ബർ ആദിലയുടെ അടുത്ത് കറി ചോദിച്ചപ്പോ അത് ആദിലക്ക് എടുത്ത് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. അത് പോയിട്ട് അനുമോള് പിടിച്ചു വാങ്ങി ഞാൻ കൊടുത്തോളാം, എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, കൊടുക്കാനും അറിയാന്നുള്ള ഡയലോഗിന്റെ ആവശ്യം അനുമോളുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റുണ്ടായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, തെറ്റുണ്ടായിട്ട് മാത്രമല്ല വെറുതെ ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കുകയാണ് നീ. അത് സ്വന്തം മിസ്റ്റേക്ക് റിയലൈസ് ചെയ്യും, അങ്ങനെ ബാക്കിയുള്ളവരെ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾ കൂട്ടുകൂടിയെന്ന് പറഞ്ഞല്ലോ, അതെന്താന്നും കൂടെ പറ. ഇന്ന് നീ പറഞ്ഞ സാധനം പറ. എന്താണ് നിങ്ങൾക്കിട്ട് സംസാരിച്ചിരിക്കുന്നത്? ആദിലയുടെ അടുത്ത് എങ്ങാണ്ട് പറഞ്ഞു എന്തോ കണ്ടിട്ടാണ് നിങ്ങൾ എന്റെ കൂടെ നിന്നത്. എനിക്ക് തോന്നുന്നു അവളുടെ ഫെയിം ഒക്കെ കണ്ടിട്ടാണ് ആദിലയും നോറയും എന്റെ കൂടെ നിന്നത് എന്നുള്ളത് അനുമോള് നേരത്തെ എങ്ങാണ്ട് വിളിച്ചു പറഞ്ഞു. അതിപ്പം ആദില എടുത്തിട്ട് ചോദിച്ചപ്പോ അനുമോൾക്ക് ഉത്തരവില്ല. അതിനുള്ള ഉത്തരം അക്ബർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ കണ്ടിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ ഇന്ന് പറഞ്ഞ ഓർത്താനോ അതെന്താണ് എനിക്കറിയണം. ഉള്ളിൽ ഒരു കാര്യം പറയാം, ഇത് എന്റെയല്ല, ഇത് ഡിസേർവിംഗ് ആയിട്ടുള്ള
അത് കണ്ടു സന്തോഷിക്കുന്നതാണ് അവള് പറഞ്ഞത്. കേട്ടല്ലോ, അക്ബർ പറഞ്ഞത് പുറത്തുള്ള PR സപ്പോർട്ടാണ്. അത് കണ്ടിട്ടാണ് ആദിലയും നോറയും കൂടെ നിൽക്കുന്നതെന്ന് അനുമോള് പറഞ്ഞെന്ന രീതിയിലായി. അനുമോൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മര്യാദക്ക് പോയിട്ട് ആ വെസലൊന്ന് കഴുകി കൊടുത്തായിരുന്നെങ്കിൽ ഇപ്പൊ ഈ വഴക്ക് ഉണ്ടാവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് ഉണ്ടാവത്തില്ലായിരുന്നു. അത് അനുമോളുടെ അനാവശ്യമായിട്ടുള്ള വാശിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് കഴുകി കൊടുത്തായിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീരുമായിരുന്നു. അനുമോൾ ചോദിച്ചു മേടിച്ചതാണ് വെസൽ. എന്നിട്ട് ഇപ്പൊ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ നൂറനെ എത്ര നോമിനേറ്റ് മനസ്സിലായോ? എന്താ അങ്ങനെ ഇവള് ജോലി ചെയ്യാത്തതിന് പറഞ്ഞതാണ് ഇവള് പറയുന്നത്. ഫൈനൽ ഫൈവിന്റെ അഹങ്കാരാണോ? നൂറ ഫൈനൽ 5 എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവള് കളിച്ച് മേടിച്ചതാണ്. അവിടെ അനുമോൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവള് കളിച്ച് മേടിച്ചതാണ് ആ ഫൈനൽ 5 എന്ന് പറയുന്ന സാധനം. നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് നിനക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തത്. ഉള്ളു ശുദ്ധമായാലേ ഫ്രണ്ട്സ് ഉണ്ടാവത്തുള്ളൂ, അല്ലാണ്ട് ഇതുകൊണ്ട് വന്നാലൊന്നും ഫ്രണ്ട്സിനെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതില് കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ പൈസ കൊടുത്ത് മേടിച്ചതായിരിക്കും ഫ്രണ്ട്സിനൊക്കെ, അങ്ങനെയൊന്നുമില്ല. നല്ല ഫ്രണ്ട്സിനെ കിട്ടണമെങ്കിൽ നല്ല സ്വഭാവമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അതില് സംസാരിക്കുന്നുണ്ട്. ചോദിച്ചു മേടിച്ചാന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ ഇവിടെ ഞാനെന്ത് പറയാനാ. അവസാനം എല്ലാരും കൂടെ അടിച്ച് പിരിഞ്ച് കരഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെയാണ് അത് പോകുന്നത്. ശരി എന്നാ, അങ്ങനെ പട്ടായ ഗേൾസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് വിചാരിക്കുന്നു.